നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പടുത്ത് തമ്മിൽ രണ്ട് വക്കീലന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടായത്. അതായത് സീനിയർ വക്കീലായിട്ടുള്ള ബെയിലിൻ ദാസ് ജൂനിയർ വക്കീലായിട്ടുള്ള ഷാമിലിയെ തല്ലിയ കേസ്. സോ ഇതിൽ ഇവന് ഒരു ദിവസം 2 ദിവസം എന്തോ ആത്ത് കിടന്നിട്ടുണ്ടായിരുന്നു ഇവൻ. ഓക്കെ, അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇവൻ്റെ തനി സ്വഭാവം എല്ലാവരും കാണുന്നത്. ഇവന് കുറ്റം അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ, ഇവൻ ചെയ്യാത്ത പോലെയാ. കറക്റ്റ് ആ ഷാമിലി എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ മുഖത്ത് കാണാൻ പറ്റും കറക്റ്റായിട്ട് എന്താണ് ഇവൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന്. സോ ഇവൻ പുറത്തിറങ്ങിയതിന് ശേഷം മീഡിയയ്ക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടോക്കാം കേട്ടോ. അത് കണ്ടിട്ട് ഇനി നമുക്ക് ബാക്കി ഇവനെ കുറിച്ചുള്ളത് പറയാം. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അതിലെന്താ സംശയം? ചെയ്യാത്ത തെറ്റ് ഞാൻ എന്തിനാ കേൾക്കണത്? ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കണത്? വേറെന്താ ചോദിക്കാനുള്ള? പ്ലീസ് ആസ്ക് മീ. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കളെയും ആ പെൺകുട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. See, I am a lawyer. Okay, I have to obey the court. I am in the condition of the judicial first class magistrate. Okay, magistrate എന്ന തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ളതല്ല. I have to be obedient to the court. I cannot open my mouth without the permission of the court. I am in the custody of the court. I am in third party custody as of now. You know that? So at this moment what can I say to you? വക്കീലിന് കണ്ടീഷണൽ ബെയിലാണ് തന്നിട്ടുള്ളത്, സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. വക്കീലിനോട് ചോദിക്കുന്നത്, താങ്കൾ ആ പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന് ആ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ താങ്കൾ ആ കുട്ടിയെ ആക്രമിച്ചില്ല എന്ന് പറയുന്ന കാര്യം. താങ്കളുടെ പേരെന്താ? എന്റെ പേര് അഖിൽ. ജനത്തിലെ മിസ്റ്റർ അഖിലേ, കണ്ടീഷണൽ ബെയിൽ മീൻസ് ഇന്ന കണ്ടീഷൻ പാലിക്കണം, ഇന്ന കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആസ് എ ലോയർ ഞാനിപ്പോൾ കോടതിയുടെ ഇന്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ്. ദെൻ എൻ്റെ പ്രവൃത്തികളും എൻ്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ബോതേർഡ് അബൌട്ട് ദാറ്റ്. കോടതി കണ്ടീഷണൽ പറയണമെന്നില്ല, ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക. വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മൊമെന്റ് അതെനിക്ക് തന്നെ ആയിരിക്കും ദോഷം. ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട്. കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദ എൻഡ് ഓഫ് ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ. ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ആം എ ഫ്രീ മാൻ. ടിൽ ദാറ്റ് ടൈം ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് 2 sureties. സോ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത്. നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന വിഷയം നടന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും കോടതിയുടെ കാര്യം പറയണ്ട, കേസും പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് തിരുവനന്തപുരത്തെ. ഞാൻ എന്ത് പറയാനാ? മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ട്. ഹി നോസ് എവറിത്തിങ്. പ്ലീസ് ലെറ്റ് മീ ഗോ. അതിലെന്താ സംശയം? വൺസ് ഐ ആം ഇന്നസെന്റ് ദാറ്റ് ഹാസ് ടു ബി പ്രൂവ്ഡ്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും, including all the dignitaries. I won't leave anyone. What doubt on that? I have never done that. അല്ല, ആ പെൺകുട്ടി ആരോപിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, താങ്കളെ ഇത്രയും അധികം സംരക്ഷിച്ചത് ബാർ അസോസിയേഷൻ ആണ്, അത് താങ്കളുടെ സ്വാധീനം. I deny all those things. I don't know anything regarding that. Shall I go? അവൻ്റെ ഒരു ഇംഗ്ലീഷ് പിടിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ടേ. പിടിക്കപ്പെട്ടപ്പോൾ മോങ്ങിയിട്ട് പോയെന്ന ഒരുത്തനാണിപ്പോൾ. പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ തനി സ്വഭാവം പുറത്ത് കാണിക്കാൻ തുടങ്ങി. ഒരു പെൺകുട്ടീനെ അടിച്ച് മോന്ത ഷെയ്പ്പാക്കി വെച്ചിട്ട് ഇവൻ ആ കുറ്റമൊന്നും ചെയ്തിട്ടില്ല പോലും. ഇതിൽ എന്ത് ന്യായമായിരിക്കുന്നേ? ആ പെണ്ണിൻ്റെ മുഖത്ത് കറക്റ്റായിട്ട് 5 വിരലിൻ്റെ പാടും അതേപോലെ തന്നെ അടിച്ച് കല്ലച്ച് വെച്ചിട്ടുള്ള ചോര കല്ലച്ച് വെച്ചിട്ടുള്ള പാടുകളും ഉണ്ട്. എന്നിട്ട് ഇവൻ ഡിനേ ചെയ്യാണ് അത്. ഇവൻ ചെയ്തിട്ടില്ല പോലും. ഇത്ര ആരൊക്കെയാണിത് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഇവനൊക്കെ എന്താ പറയുന്നുണ്ട്? ബാർ കൗൺസിൽ, അതായത് വക്കീലന്മാരുടെ ഒരു സംഘടനയാണല്ലോ ഈ ബാർ കൗൺസിൽ, അത് സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടേനും ഇവനത് ഡിനേ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ആദ്യം തന്നെ മുമ്പ് ചാടി വന്നത് ഈ ബാർ കൗൺസിലാണ്. ബാർ ഓഫീസിൻ്റെ അകത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അവന് പുറത്തിറങ്ങണ ഈ അകത്ത് പോകുമ്പോൾ ഇവൻ മോങ്ങിയിട്ട് പോയ ഒരുത്തനാണ് കേട്ടോ. അതാലോചിക്കണം. ആ മോങ്ങണ വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മോങ്ങിയിട്ട് പോണ ഒരുത്തൻ ഇപ്പോൾ പുറത്തിറങ്ങി, അതായത് ബെയിൽ കിട്ടി, ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ഇവൻ്റെ തനി സ്വഭാവമാണ് കാണിക്കാൻ തുടങ്ങി. എന്താ വക്കീല് കോടതിക്ക് ശരിക്കും ഇവന് ജാമ്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് തെളിവാണ്. ഇപ്പോൾ എന്ത് ബേസിലാണ് ആവോ പുറത്തിറങ്ങിയതെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇവന് ജാമ്യം കിട്ടരുത്. എങ്ങനെ പോയാലും ഒരു 3-4 വർഷമെങ്കിലും ഇവ അകത്ത് കിടക്കണം. കാരണം ഒരു പെൺകുട്ടീനോട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിവിടെ വെക്കുന്നുണ്ട്, ആ ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് പോലത്തെ വെക്കുന്നുണ്ട്. ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം
ക്രൂരമായിട്ടാണ് അവൻ പെരുമാറിയിട്ടുള്ളത് എന്ന്. എന്നിട്ട് അവന് ഞാനൊന്നും ചെയ്തിട്ടില്ല അത്രേ. എന്താ ഇതിലെന്താ പറയണേൽ എന്താ ന്യായമുള്ളേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവൻ പറയണേൽ എന്തെങ്കിലും ന്യായമുണ്ടോ? വെറുതെ ഓരോന്ന് കടന്ന് അത് മീഡിയാസിനാണ് കിട്ടിയപ്പോൾ ലെറ്റ് മീ ഗോ എന്ത് ലെറ്റ് മീ ഗോ? മീഡിയാസ് ചോദിക്കുമ്പോൾ അതിനുള്ള കറക്റ്റ് മറുപടി പറഞ്ഞു കൊടുക്കണം. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പറയാതെ ലെറ്റ് മീ ഗോ. അവന് പെട്ടെന്ന് പോകണത്ര. എങ്ങോട്ട് പോവാന്? ഇവൻ എന്തായാലും കേസും കഴിഞ്ഞിട്ടില്ലല്ലോ, മിക്കവാറും അവൻ ഇനി അകത്താവാനുള്ള ചാൻസ് ഉണ്ട്. ഇവനെ അകത്തിട തന്നെ വേണ്ടത്. ഇവനെ പോലെയുള്ളവന്മാരാണ് വക്കീലന്മാരെയും അതേപോലെ തന്നെ ഓരോരുത്തരുടെ പേര് കളയുന്നത്. ഇവനെയാണ് ആദ്യം പിടിച്ച് അകത്തിടേണ്ടത്. ഇവനെ പോലെയുള്ളവന്മാരാണ് ആദ്യം പിടിച്ച് അകത്തിടേണ്ടത്. ഓരോരുത്തരന്മാരെ ഇറങ്ങിക്കോളും ഇങ്ങനെ ഓരോതായിട്ട്. എന്നിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇത് വല്ല എന്താണ് ഈ കള്ളന്മാർ മോഷ്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ടിട്ടില്ല എന്നുള്ള പറയണ പോലെയാണ്. അവനൊരു വക്കീലാണ്. അവൻ്റെ ജൂനിയർ വക്കീലിനെ ഇതെന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം. അതായത് ഇവൻ്റെ മുമ്പുള്ളൊരു ഇവൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്ന ഒരു കൊളീഗിനായിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എന്തോ പറഞ്ഞു കൊടുത്തു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഷാമിലി എന്ന് പറയുന്ന പെണ്ണിനെ പിന്നെ പുറത്താക്കി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളായിട്ടാണ് പിന്നെ തിരിച്ചു വിളിച്ച് എന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഷാമിലി ചോദിച്ചു എന്തിനാണ് എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പറയണത്. ഈ ഒരു ചെറിയ സില്ലി മാറ്ററിന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവനക്കെതിരെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യും? അപ്പോൾ കൊന്നുകളയിൽ ഇവനൊക്കെ. ഇവനെ പോലെയുള്ളവരാണ് ആദ്യം അകത്തിടേണ്ടത്. ഇവനൊന്നും ജസ്റ്റ് ജാമ്യം കിട്ടിയൊന്നും പോരാ. എന്ത് പറയാനാ? ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളായിട്ട് നടക്കുന്നു. ആരും ഒന്നും പഠിക്കുന്നുമില്ല, ആരും ഒന്നും പ്രതികരിക്കുന്നുമില്ല. അവന് വക്കീലായതുകൊണ്ട് നമുക്കെതിരെ ആക്ഷൻസ് വരും എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിക്കാൻ പോകുന്നില്ല. എന്ത് കഷ്ടല്ലേ? വെറുതെ ഇനിയും ഇതേപോലത്തെ ആൾക്കാരുണ്ടാവും. ഇനിയും ഇതേപോലത്തെ പ്രതികരിക്കാത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ പ്രതികരിക്കാതെ പോകുന്ന സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ.